Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോ BCom തേർഡ് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് പേപ്പറിലെ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ബൈബാക്ക് സിംപ്ലി മീൻസ് ബൈയിങ് ഓഫ് ഓൺ ഷെയർസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. ഇറ്റ് അലൗസ് എ കമ്പനി ടു ബൈ ബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർസ് വിച്ച് were issued by it earlier. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി നേരത്തെ ഇറക്കിയ ഷെയർസ് കമ്പനി തന്നെ തിരിച്ചു വാങ്ങുന്ന പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് എ കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ. ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഷെയർസ് കമ്പനി തിരിച്ചു വാങ്ങുന്നതിലൂടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ കുറവ് വരുത്താനും കഴിയും. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി നേരത്തെ ഇറക്കിയ കമ്പനിയുടെ ഷെയർസ് കമ്പനി തന്നെ തിരിച്ചു വാങ്ങുന്ന ഒരു പ്രോസസ്സാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കമ്പനിയുടെ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് നടത്താനായിട്ട് കഴിയും. അതുപോലെ ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ബൈബാക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഇംപ്രൂവ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, റിട്ടേൺസ് മെച്ചപ്പെടുത്തുന്നതിനായിട്ടും, അതുപോലെ ടു റിട്ടേൺ സർപ്ലസ് ക്യാഷ് ടു ഇൻവെസ്റ്റേഴ്സ്. കമ്പനി കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്താണ് ഇങ്ങനെ ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ കൈവശമുള്ള സർപ്ലസ് എമൗണ്ട് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് ചെയ്യുന്നതിനും ബൈബാക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ബൈബാക്ക് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കമ്പനിയുടെ ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് വർദ്ധിക്കുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതിന്, ടു ചേഞ്ച് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ടു ഇൻക്രീസ് EPS. EPS എന്നാൽ ഏർണിങ്സ് പെർ ഷെയർ. ഇവിടെ ബൈബാക്ക് ഓഫ് ഷെയർസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഷെയർസിൻ്റെ എണ്ണം കുറയുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കുറയുന്നതിലൂടെ ഓരോ ഷെയർസിനും കിട്ടുന്ന ലാഭവിഹിതം കൂടുന്നു. ടു ഇൻക്രീസ് ദ ഇക്വിറ്റി മോർ എഫിഷ്യൻ്റ്ലി. അതുപോലെ ഇക്വിറ്റി ഹോൾഡേഴ്സിന് റിട്ടേൺസ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാനും പറ്റുന്നുണ്ട് ബൈബാക്ക് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ. അടുത്തതിൻ്റെ കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക് ആണ്. ബൈബാക്ക് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്. കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ബൈബാക്ക് കണ്ടക്ട് ചെയ്യാം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. കമ്പനി ഷുഡ് പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ എ ജനറൽ മീറ്റിംഗ് ഓതറൈസിങ് ദ ബൈബാക്ക്. അതുപോലെ ബൈബാക്ക് ചെയ്യുന്നതിനായിട്ട് കമ്പനി മീറ്റിംഗ് വിളിച്ച് ചേർത്ത് ആ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. തേർഡ് കണ്ടീഷൻ പറയുന്നത് the amount involved in buyback should not exceed 25% of the paid up capital and free reserves of the company. ഇങ്ങനെ ബൈബാക്ക് ചെയ്യുന്ന എമൗണ്ട് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസർവ്സിൻ്റെയും 25% അധികമാകരുത്. അടുത്ത പോയിന്റ്, ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് നോട്ട് മോർ ദാൻ 2:1 ആഫ്റ്റർ സച്ച് ബൈബാക്ക്. അടുത്ത പോയിന്റിൽ പറയുന്നത് ബൈബാക്ക് നടത്തിയതിന് ശേഷം കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 എന്നതിൽ കൂടാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ഓൾ ഷെയർസ് ആൻഡ് അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ആർ ഫുള്ളി പെയ്ഡ് അപ്പ്. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് കനോട്ട് ബി ബോട്ട് ബാക്ക് ബൈ ദ കമ്പനി. അതുപോലെ ബൈബാക്ക് നടത്തുന്ന ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസും സെക്യൂരിറ്റീസും തിരിച്ചു വാങ്ങാനായിട്ട് കഴിയില്ല. അടുത്ത പോയിന്റ്, ബൈബാക്ക് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അടുത്ത പോയിന്റിൽ പറയുന്നത് ബൈബാക്ക് പ്രൊസീഡിങ്സ് വിത്തിൻ 12 months കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ്. റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിനു ശേഷം വിത്തിൻ 12 months ബൈബാക്ക് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ്, ദ സെക്യൂരിറ്റീസ് സോ ബോട്ട് ബാക്ക് ഷുഡ് ബി ഫിസിക്കലി ഡിസ്ട്രോയിഡ് വിത്തിൻ 7 days ആഫ്റ്റർ ബൈബാക്ക്. ബൈബാക്ക് നടത്തിയതിന് ശേഷം വിത്തിൻ 7 days തിരിച്ചു വാങ്ങിയ സെക്യൂരിറ്റീസ് ഡിസ്ട്രോയ് ചെയ്തിരിക്കണം. ഫിസിക്കലി ഡിസ്ട്രോയിഡ്, അത് നശിപ്പിച്ച് കളഞ്ഞിരിക്കണം. അടുത്ത പോയിന്റ്, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ബൈബാക്ക് എ കമ്പനി കനോട്ട് ഇഷ്യൂ സെയിം കൈൻഡ് ഓഫ് ഷെയർ ഓർ സെക്യൂരിറ്റി ഫോർ എ പീരീഡ് ഓഫ് 6 months. ഇവിടെ പറയുന്നത് ബൈബാക്ക് നടത്തിയതിന് ശേഷം
ഏത് ടൈപ്പ് ഓഫ് ഷെയർസ് ആണോ കമ്പനി ബൈബാക്ക് നടത്തിയത് അതേപോലെയുള്ള ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് അടുത്ത 6 മാസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ബൈബാക്ക് നടത്തിയ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസിൻ്റെ അതേ ടൈപ്പ് വിത്തിൻ 6 മന്ത്സിനുള്ളിൽ നെക്സ്റ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത പോയിന്റിൽ മണി ബോറോഡ് ഫ്രം ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക്. അതുപോലെ ബൈബാക്ക് നടത്തുന്നതിനായിട്ട് ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ പൈസ കടമെടുക്കാനായിട്ട്, അതായത് ലോണൊന്നും എടുത്തിട്ട് ഇങ്ങനെ ബൈബാക്ക് നടത്താനായിട്ട് പറ്റില്ല. അടുത്ത ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് പോയിന്റിൽ ഓൺലി ഫുള്ളി പെയ്ഡ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ബാക്ക്. ഇഫ് ദ സെക്യൂരിറ്റീസ് ആർ പാർട്ട്ലി പെയ്ഡ് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ബൈ മേക്കിംഗ് ഫൈനൽ കോൾ. നേരത്തെ തന്നെ നോക്കിയൊരു പോയിന്റാണ്. ഫുള്ളി പെയ്ഡ് സെക്യൂരിറ്റീസ് മാത്രമേ തിരിച്ചു വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ. ഇനി സെക്യൂരിറ്റീസ് പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് ബൈ മേക്കിംഗ് ഫൈനൽ കോൾ. അത് ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റിയതിന് ശേഷം മാത്രമേ ബൈബാക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അടുത്തതിൽ സഫിഷ്യൻറ്റ് ബാലൻസ് മസ്റ്റ് ബി സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ഫ്രീ റിസർവ് ഇഫ് ബൈബാക്ക് ഈസ് ടു ബി മെയ്ഡ് ഫ്രം ഫ്രീ റിസർവ്സ്. ഇനി ഫ്രീ റിസർവ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബൈബാക്ക് കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ അതിൽ അത്രയും ബാലൻസ് ബൈബാക്ക് നടത്തുന്നതിനുള്ള എമൗണ്ട് ഫ്രീ റിസർവിൽ ഉണ്ടായിരിക്കണം. അടുത്തത് ഇഫ് ദ ഷെയർസ് ആർ ബോട്ട് ബാക്ക് out of free reserves or security premium reserves, an amount equal to the face value or a nominal value of shares so bought back must be transferred from the reserves or securities premium reserves to capital redemption reserve account. ഈ പോയിന്റിൽ പറയുന്നത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അല്ലെങ്കിൽ ഫ്രീ റിസർവ് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ബൈബാക്ക് നടത്തുന്നത് എങ്കിൽ ബൈബാക്ക് നടത്തുന്ന സെക്യൂരിറ്റീസിൻ്റെ ഫേസ് വാല്യൂവിന് തുല്യമായ എമൗണ്ട് റിസർവിൽ നിന്നോ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്നോ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കണം. അതായത് ബൈബാക്ക് നടത്തുന്ന സെക്യൂരിറ്റീസിൻ്റെ ഫേസ് വാല്യൂവിന് തുല്യമായ എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് അതല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ് ദ പ്രീമിയം ഇഫ് എനി പെയ്ഡ് ഓൺ ബൈബാക്ക് മസ്റ്റ് ബി റിട്ടേൺ ഓഫ് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഓർ ഫ്രീ റിസർവ്. ഇവിടെ പറയുന്നത് ബൈബാക്ക് നടത്തുന്നത് പ്രീമിയത്തിനാണെങ്കിൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് ഒക്കെ ബൈബാക്ക് നടത്തുന്നത് പ്രീമിയം എമൗണ്ടിനാണെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്നോ ഫ്രീ റിസർവിൽ നിന്നോ റൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. അടുത്തത് ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക് ഇഫ് എനി മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഇനി ബൈബാക്ക് നടത്തുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ ഡിസ്കൗണ്ടിന് ബൈബാക്ക് നടത്തുക എന്ന് പറയുമ്പോൾ കമ്പനിക്ക് അത് പ്രോഫിറ്റ് ആണ്. ആ എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അടുത്തത് സോഴ്സസ് ഓഫ് ബൈബാക്ക് ആണ്. ബൈബാക്ക് നടത്തുന്നതിനായിട്ട് കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഴ്സ് ഓഫ് ഫണ്ട് എവിടെ നിന്നൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫ്രീ റിസർവ്. ഫ്രീ റിസർവിൽ ഉൾപ്പെടുന്നത് സർപ്ലസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, എംപ്ലോയീസ് ആക്സിഡൻറ്റ് ഫണ്ട് തുടങ്ങിയവയാണ് ഫ്രീ റിസർവ്സിൽ വരുന്നത്. ഇവിടെ ഈ 4th പോയിന്റിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, എംപ്ലോയീസ് ആക്സിഡൻറ്റ് ഫണ്ടിൽ എന്തെങ്കിലും ലയബിലിറ്റീസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ബാലൻസ് എമൗണ്ട് ഈ ഫണ്ടിൽ വല്ലതും ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അടുത്തത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് യൂസ് ചെയ്യാം. തേർഡ് സോഴ്സ് എന്ന് പറയുന്നത് പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്. പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഫണ്ട് ബൈബാക്കിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് വേണമെങ്കിൽ പുതുതായിട്ട് ഷെയർസോ സെക്യൂരിറ്റീസോ ഇറക്കാവുന്നതാണ്. ദ പ്രൊസീഡ്സ് ഓഫ് ആൻ ഏർലിയർ ഇഷ്യൂ ഓഫ് സെയിം കൈൻഡ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ബൈബാക്ക്.
നേരത്തെ ഇറക്കിയിട്ടുള്ള ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബൈബാക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് വേണമെങ്കിൽ ഷെയർസോ സെക്യൂരിറ്റീസോ ഇറക്കിക്കൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാം. ഇത്രയാണ് സോഴ്സസ് ഓഫ് ബൈബാക്ക്. ബൈബാക്ക് നടത്തുന്നതിനായിട്ട് കമ്പനിക്ക് ഉപയോഗിക്കാവുന്ന ഫണ്ടുകൾ ഒന്ന് ഫ്രീ റിസർവ്സിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഫ്രീ റിസർവ്സിൽ വരുന്ന ഐറ്റംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ സർപ്ലസ്, ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, then workmen's compensation fund, employee accident fund if any balance left after deducting any liabilities. Second one, security premium reserve account യൂസ് ചെയ്യാം. തേർഡ് പോയിന്റിൽ പറയുന്നത് ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ഷെയർസോ സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്തുകൊണ്ടും ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ബൈബാക്ക് കണ്ടക്ട് ചെയ്യാം. അടുത്തത് ജേണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ബൈബാക്ക് നടത്തുന്നതിനായിട്ട് ഫ്രീ റിസർവ്സോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ദ ഷെയർസ് ഇഷ്യൂഡ് ഫോർ ബൈബാക്ക് മസ്റ്റ് നോട്ട് ബി ഓഫ് സെയിം കൈൻഡ് ഓഫ് ഷെയർസ് വിച്ച് ആർ ടു ബി ബോട്ട് ബാക്ക്. ഏത് ബൈബാക്ക് നടത്തുന്ന ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന് സമാനമായിട്ടുള്ള അതേപോലെ തന്നെയുള്ള ഷെയർസോ സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി ബോട്ട് ബാക്ക് ദെൻ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ആസ് എ സോഴ്സ് ഓഫ് ബൈബാക്ക്. ഇപ്പോൾ ഇക്വിറ്റി ഷെയർസ് ആണ് തിരിച്ചു വാങ്ങുന്നതെങ്കിൽ അതിന് ഫണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിഫറൻസ് ഷെയർസേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്യാം. ഇക്വിറ്റി ഷെയർസ് തന്നെ വീണ്ടും ഇറക്കാനായിട്ട് പറ്റില്ല. Similarly, equity shares can be issued for buyback of preference shares. അതുപോലെ പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു വാങ്ങുന്നതിനായിട്ട് ഇക്വിറ്റി ഷെയർസ് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാം. ഇനി ഇതിലെ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. When preference shares are issued at par, പ്രിഫറൻസ് ഷെയർ ഇറക്കിക്കൊണ്ടാണ് ഫണ്ട് കളക്ട് ചെയ്യുന്നതെങ്കിൽ, അത് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് പാർ ഫേസ് വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ 10 രൂപയ്ക്കുള്ള പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 10 രൂപ ഡെബിറ്റ് ചെയ്യും. ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലും 10 രൂപ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ ഫേസ് വാല്യൂവിന് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്തത് വെൻ പ്രിഫറൻസ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, പ്രീമിയത്തിനാണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത്. ഇവിടെ 10 രൂപയുടെ പ്രിഫറൻസ് ഷെയർ 15 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ 15 എന്ന് കാണിക്കും. ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇവിടെ 10 രൂപ നോമിനൽ എമൗണ്ട് ആയിട്ടുള്ള 10 രൂപയാണ് ഇവിടെ കാണിക്കുക. ദെൻ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ 5 രൂപ, അതായത് 5 റുപ്പീസ് ആയിരിക്കും പ്രീമിയം എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പ്രീമിയം. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസിൽ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 2 കേസാണ് വരുന്നത്. ഒന്ന് ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. ഇനി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. അടുത്തത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ബൈബാക്ക് ഓഫ് എനി കൈൻഡ് ഓഫ് ഷെയർസ് that is equity or a preference of a company may issue debentures as a source of buyback. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തിരിച്ചു വാങ്ങുന്നതിനായിട്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് കേസ് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ, ഡിബഞ്ചേഴ്സ് ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രീസ് വരുന്നത്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ. അടുത്തത് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടിനാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ
ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രീസ് വരുന്നത്. ഇവിടെ 10 രൂപയുടെ ഡിബഞ്ചേഴ്സ് 8 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഇവിടെ 8 റുപ്പീസാണ് ഇവിടെ എഴുതുക. ഡിസ്കൗണ്ട് 2 റുപ്പീസാണ്. അപ്പോൾ 2 റുപ്പീസ് ഡെബിറ്റ് ചെയ്യുന്നു ഡിസ്കൗണ്ടിൽ. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ 10 രൂപയാണ് കാണിക്കുന്നത് ടോട്ടൽ എമൗണ്ട്. അടുത്തത് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിനാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് എഴുതേണ്ടത്. 10 രൂപയുടെ ഡിബഞ്ചർ 15 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ 15 എന്ന് കാണിക്കണം. ടു ഡിബഞ്ചറിൽ 10 നോമിനൽ എമൗണ്ട് കാണിക്കുക. സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ 5. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം. ഇനി ഈ ബൈബാക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ കമ്പനി നടത്തുന്ന ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ ജേണൽ എൻട്രീസ് ആണ് ഇപ്പോൾ നോക്കിയത്. പ്രിഫറൻസ് ഷെയർ ഇറക്കുന്നതിൻ്റെയും അതുപോലെ ഡിബഞ്ചേഴ്സ് 3 കേസിൽ നമുക്ക് ഇറക്കാം. ടു ഫേസ് വാല്യൂവിനും അതുപോലെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രീമിയം. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി ബൈബാക്ക് നടത്തുന്നതിന് മുൻപ് കമ്പനി ബൈബാക്ക് പ്രൊസീഡിങ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതാണ് അടുത്തതിൽ പറയുന്നത് ഓപ്പണിംഗ് എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് പ്രൊസീഡിങ്സ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൈബാക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓപ്പണിംഗ് ഓഫ് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇപ്പോൾ ബൈബാക്കിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ അക്കൗണ്ട് വഴിയായിരിക്കും. ഇനി അടുത്തതിൽ പറയുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ്. എങ്ങനെയാണ് ബൈബാക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ്. ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് അക്കൗണ്ട് എന്ന് വേണം ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനായിട്ട്. ദ എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ടുവാർഡ്സ് ദ ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് നടത്തുന്നത് എങ്കിൽ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. അതുകൊണ്ടാണ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് വന്നിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർസ് തിരിച്ചു വാങ്ങി. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്നാണ് എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് സമയത്ത് ജേണൽ എൻട്രീസ് പാസ് ചെയ്യുന്നത്. അടുത്തത് ഷെയർസ് ബൈബാക്ക് നടത്തിയതിന് ശേഷം അത് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ്. വെൻ ബൈബാക്ക് ഈസ് അറ്റ് പാർ. ഫേസ് വാല്യൂവിന് ബൈബാക്ക് നടത്തിയ ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇവിടെ തിരിച്ചു വാങ്ങുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എന്ന് വേണം എഴുതാനായിട്ട്. ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് അറ്റ് പാർ. അടുത്തത് വെൻ ബൈബാക്ക് ഈസ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിനാണ് ബൈബാക്ക് നടത്തിയതെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ ഫേസ് വാല്യൂ എമൗണ്ട് എഴുതണം. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ കമ്പനി പ്രീമിയത്തിനാണ് ബൈബാക്ക് നടത്തിയിരിക്കുന്നത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിട്ട് അത് ലോസ് ആണ്. സോ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെബിറ്റ് ആണ് വരുന്നത്. എത്ര എമൗണ്ട് ആണോ പ്രീമിയം ആയിട്ട് കൊടുത്തത് അതിവിടെ കാണിക്കുന്നു. ദെൻ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എമൗണ്ട് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് അതിവിടെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. വെൻ ബൈബാക്ക് ഈസ് അറ്റ് പ്രീമിയം ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എന്ന് വേണം എഴുതാനായിട്ട്. ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് അറ്റ് പ്രീമിയം. അടുത്തത് വെൻ ബൈബാക്ക് ഈസ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിനാണ് ബൈബാക്ക് നടത്തിയിരിക്കുന്നത് എങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ അവിടെ അത് ഡെബിറ്റ് ചെയ്യുന്നു. ഫേസ് വാല്യൂ വെച്ച് ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എത്ര എമൗണ്ട് ആണോ കൊടുത്തത് അത് എഴുതുന്നു. ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട്.
കമ്പനി ഡിസ്കൗണ്ടിനാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് ആ ഡിസ്കൗണ്ട് അവിടെ ലാഭമാണ്, പ്രോഫിറ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ഡിസ്കൗണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടിനാണെങ്കിൽ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. പ്രീമിയത്തിനാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ പ്രീമിയം എമൗണ്ട് ഇവിടെ ഡെബിറ്റ് ആണ് കാണിക്കുന്നത്. പ്രീമിയം ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ലോസ് ആണ്. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിനാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. സോ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. അടുത്തത് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. If a company purchases its own shares out of the free reserves or a security premium reserve account, a sum equal to the nominal value of shares so purchased shall be transferred to the capital redemption reserve account. ഇവിടെ പറയുന്നത് കമ്പനി ഷെയർസ് ബൈബാക്ക് നടത്തുന്ന സമയത്ത് ഫ്രീ റിസർവോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉപയോഗിച്ചുകൊണ്ട് ബൈബാക്ക് നടത്തുന്ന സമയത്ത് ബൈബാക്ക് നടത്താൻ എത്രയാണോ നോമിനൽ എമൗണ്ട് വേണ്ടത്, എത്രയാണോ അതിന്റെ ഫേസ് വാല്യൂ, അത്രയും എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിടണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രീമിയത്തിനാണ് ബൈബാക്ക് 10 രൂപയുടെ ഷെയർസ് 15 രൂപയ്ക്ക് ബൈബാക്ക് നടത്തുന്നു എങ്കിൽ 15 രൂപ പ്രീമിയം ആണ് ഇവിടെ കൊടുക്കുന്നത്, 5 രൂപ പ്രീമിയമാണ്. അപ്പോൾ ഇവിടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. ആ 10 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. അതിനുള്ള ജേണൽ എൻട്രി സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എറ്റാർ അല്ലെങ്കിൽ ഫ്രീ റിസർവ് അക്കൗണ്ട് എറ്റാർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. നോമിനൽ എമൗണ്ട് CRRലേക്ക് ക്രെഡിറ്റ് ചെയ്തിടുന്നു. അടുത്തത് ഇവിടെ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പ്രീമിയം പെയ്ഡ് ഓൺ ബൈബാക്ക്. ബൈബാക്ക് നടത്തുന്ന സമയത്ത് പ്രീമിയത്തിനാണ് ബൈബാക്ക് നടത്തിയിരിക്കുന്നത് എങ്കിൽ ആ പ്രീമിയം എമൗണ്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എറ്റാർ or a general reserve account എറ്റാർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എറ്റാർ, ഇതിലെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട്. ഇങ്ങനെയാണ് പ്രീമിയം എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് റിട്ടേൺ ഓഫ്, റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഈ അക്കൗണ്ടിൽ ഏതിലെങ്കിലും ആയിരിക്കും പ്രീമിയം എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അടുത്തത് ബൈബാക്ക് എക്സ്പെൻസ്. ഈ ബൈബാക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്ക് മീറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകൾ എന്താ ചെയ്യുന്നത്? ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് എറ്റാർ ടു ബാങ്ക് അക്കൗണ്ട്. അതിനുള്ള ജേണൽ എൻട്രി ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് എറ്റാർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. ഇനി ഈ ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ റിസർവിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എറ്റാർ ഓർ other reserve account data to buyback expenses account. Buyback expenses account closed. So buyback expenses നുള്ള journal entry buyback expenses account data to bank. ഈ buyback expense account close ചെയ്യുന്നതിന് വേണ്ടിയിട്ട് statement of profit or loss or other reserve account data to buyback expense account എന്ന് എഴുതിയിട്ട് ഈ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നു. ഇത്രയാണ് ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.